Hello everyone, welcome to Rahil's Academy. Yeah. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ടോപ്പിക്കാണ് സ്വയം, അല്ലെ? സ്വയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ സ്റ്റഡി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വയത്തെ പറ്റി അറിയുന്ന ആളുകൾ ഈ ക്ലാസ് കേൾക്കണമെന്നില്ല, അതായത് ബേസിക്സ് അറിയുന്നവർ കേൾക്കണമെന്നില്ല. നാഷണൽ കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വയത്തിന്റെ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ നാഷണൽ കോർഡിനേറ്റേഴ്സും അവരുടെ റോളും അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇത് ജസ്റ്റ് ബേസിക്സ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. എനിവേ, എന്താണ് സ്വയം? അത് നമുക്ക് അതിന്റെ ഫുൾ ഫോം നോക്കാം. ഓക്കെ, സ്വയം സ്റ്റാൻഡ്സ് ഫോർ സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് അസ്പയറിംഗ് മൈൻഡ്സ്. ഓക്കെ, ഇതാണ് അതിന്റെ ഫുൾ ഫോം. ഇത് നിർബന്ധം നോട്ട് ഡൗൺ ചെയ്യണേ. സ്വയം എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഓക്കെ, ഇതാണ് സ്വയത്തിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ സ്വയം എപ്പോൾ ലോഞ്ച് ചെയ്യുന്നത്? സ്വയം വാസ് ലോഞ്ച്ഡ് ഓൺ 9th July 2017. എഴുതണേ, 9th July 2017 സ്വയം ലോഞ്ച് ചെയ്യുന്നത്. ആരാണ് ലോഞ്ച് ചെയ്യുന്നത്? ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അണ്ടർ ഡിജിറ്റൽ ഇന്ത്യ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്. ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വന്നേക്കാം, അതായത് സ്വയം ലോഞ്ച് ചെയ്യുന്നത് ഏതിന്റെ ഇനീഷ്യേറ്റീവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഇറ്റ് അണ്ടർ ദി ഡിജിറ്റൽ ഇന്ത്യ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവിന്റെ കീഴിലാണ് എന്ത് സ്വയം ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, ഇന്ത്യൻ ഗവൺമെന്റ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ഡെവലപ്ഡ് ഫോർ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. ഓക്കെ, അതായത് ഈ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അതായത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുമ്പോൾ, മാസീവ് എന്ന് പറയുന്ന സമയത്ത് ഈ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും, അതായത് പിന്നെ ഭേദമന്യേ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഭേദമന്യേ, നിങ്ങൾക്ക് എല്ലാവർക്കും കോഴ്സുകൾ എടുക്കാനും വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഈ പറയുന്ന സ്വയം എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ഒരു ഇനീഷ്യേറ്റീവ്. ഓക്കെ, അതാണ് തേർഡ് പോയിന്റ്. ഫൈൻ. പിന്നെ വരുന്നതാണ് എന്ത്? ഇറ്റ് ഈസ് എൻ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇത് ഇനീഷ്യേറ്റീവ് ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. കോർഡിനേറ്റഡ് ബൈ ദി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ ഇതിന്റെ PYQs ഡിസ്കസ് ചെയ്യാൻ വെച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അതായത് 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ സ്വയം ഇനീഷ്യേറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ഓപ്ഷൻസ് തന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസ്കസ് ചെയ്യുക എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ, അതുപോലെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ എന്താണ് AICT എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് സ്വയമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ പറയുന്ന എല്ലാവരും. പക്ഷേ ഇനീഷ്യേറ്റ് ചെയ്തത്, തുടക്കം കുറിച്ചത് ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അതിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തത് എന്താണ്? ഈ പറയുന്ന AICT UGCകാരൊക്കെ അവർ സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെന്റ്, സപ്പോർട്ടിങ് ആയിട്ടുള്ള ബോഡീസ് മാത്രമാണ്. ഇനീഷ്യേറ്റീവ് ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ, PYQs നെക്സ്റ്റ് വീഡിയോ ആട്ടോ. ഞാൻ ഇതിന്റെ തംബ്നെയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയും അടുത്ത വീഡിയോയും കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും PYQs ഡിസ്കസ് ചെയ്യുക. കാരണം ഇതെല്ലാം ഈ സ്വയമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീഡിയോ സ്വയത്തിന്റെ നാഷണൽ കോർഡിനേറ്റർ ആണ്. അതിനുശേഷമായിരിക്കും ഓവറോൾ PYQ നമ്മൾ ഡിസ്കസ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇതും നെക്സ്റ്റ് വീഡിയോന് ശേഷമാണ്. ഓക്കെ, കം ടു ദ പോയിന്റ്. ഓക്കെ, എന്താണ് സ്വയം? ക്ലാസിഫൈസസ് കോഴ്സ് ബൈ ഡ്യൂറേഷൻ യൂസിങ് വീക്സ് ആൻഡ് ടോട്ടൽ അവേഴ്സ്. അതായത് സ്വയത്തിന്റെ കോഴ്സുകൾ എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ MBA എന്നുള്ളൊരു കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ കാണും 2 years. ഓക്കെ, അതുപോലെ നമുക്കിപ്പോ വേറെ ഏതെങ്കിലും ഇപ്പൊ PG കോഴ്സ് നമുക്ക് കാണാൻ പറ്റും, അതായത് 1 year. ഓക്കെ, ഇനിയിപ്പം ചില ഷോർട്ട് ടേം ആയിട്ടുള്ള ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണെങ്കിൽ നമുക്ക് കാണാം 6 months. അതേ സമയത്ത് സ്വയത്തിൽ എങ്ങനെയാണെന്ന് അറിയോ? സ്വയത്തിൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അവേഴ്സ് ആൻഡ് വീക്സിന്റെ ബേസിസിലാണ്. ഓക്കെ, ചില ക്ലാസ് സെഷൻസുകൾ 30 hours ഉണ്ടാവും, ചില സെഷൻസ് 4 weeksകൾ ഉണ്ടാവും. അപ്പൊ ഇത് എപ്പോഴും നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ഇതും PYQൽ വന്ന 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, അതും ഞാൻ ഡിസ്കസ് ചെയ്യും PYQന്റെ ഭാഗത്ത്. എന്താണ്? അതായത് സ്വയം കോഴ്സുകൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഇയർലി ആണോ, മന്ത്ലി ആണോ, അവർലി ആണോ, വീക്ക്ലി ആണോ എന്ന് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങളെ നിർബന്ധമായിട്ട്, ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ നോട്ട്സുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? PYQs മൊത്തം ആദ്യം അനലൈസ് ചെയ്യും, സ്വയത്തിന്റെ തിയറി അനലൈസ് ചെയ്യും. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് കിട്ടും. അതാണ് ഞാൻ ഈ എക്സ്പ്ലനേഷനിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. ഫൈൻ.
പിന്നെ എന്താണ് ഇതിന്റെ നാഷണൽ കോർഡിനേറ്റേഴ്സ് വരുന്ന ആരൊക്കെയാണ്? സച്ചേഴ്സ് ആണ്. പിന്നെ ഇവർ മാത്രം ഒതുങ്ങുന്നില്ല. UGC, AICTE, NCERT, NPTEL, IGNO ഇതുപോലുള്ള ആളുകളാണ് ഇതിന്റെ എന്താണ് നാഷണൽ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ളത്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒബ്ജക്റ്റീവും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഈ സ്വയത്തിന്റെ ഒബ്ജക്റ്റീവ്. എന്തിനാണ് സ്വയം, ഗവൺമെന്റ് എന്തിനാണ് സ്വയം പ്രൊമോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നെന്താണ് ഒബ്ജക്റ്റീവിൽ ഫസ്റ്റ് വരുന്ന എന്താണ്? ടു പ്രൊവൈഡ് ഫ്രീ ആക്സസിബിൾ ഹൈ ക്വാളിറ്റി ഓൺലൈൻ കോഴ്സസ് റേഞ്ചിങ് ഫ്രം സ്കൂൾസ് ടു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽസ് അല്ലെ. അതായത് ഫ്രീ ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള അതുപോലെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സുകൾ ഏതൊക്കെ ലെവലുള്ള ഓൺലൈൻ കോഴ്സുകളാണ്? സ്കൂൾ മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ വരെ. അതായത് നമ്മൾ വളരെ പ്രിലിമിനറി ബേസിക്സ് മുതലുള്ള സ്കൂൾ മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വരെയുള്ള എല്ലാ ഓൺലൈൻ കോഴ്സുകളും ഫ്രീ ആയി ആക്സസിബിൾ ആയി ഹൈ ക്വാളിറ്റിയിൽ കൊടുക്കുക എന്നുള്ളതാണ് സ്വയത്തിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ വളരെ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ പറഞ്ഞൊരു പോയിന്റ് കേട്ടോ. സ്വയത്തിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് താഴത്ത് ഒരുപാട് ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണം ഏത് ഒബ്ജക്റ്റീവ് ആണ് സ്വയത്തിന്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ഫസ്റ്റ് പോയിന്റ്. പിന്നെ എന്താണ്? ടു ബ്രിഡ്ജ് ദ ഡിജിറ്റൽ ഡിവൈഡ് ആൻഡ് മേക്ക് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ റിസോഴ്സ് അവൈലബിൾ ടു ഓൾ ലേണേഴ്സ് എനി ടൈം എനിവെയർ അല്ലെ. ഇപ്പൊ ഇന്ത്യ എന്നുള്ള നമ്മുടെ രാജ്യത്ത് ഏത് സമയത്തും ഇന്ത്യയുടെ ഏത് ഭാഗങ്ങളിലേക്കും ആളുകൾക്ക് എന്താണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു പ്രൈമറി സൊല്യൂഷൻ ആണ് ഗവൺമെന്റിന്റെ ഈ സ്വയം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളത്. അതും എന്താണ്? എനി ടൈം എനിവെയർ എന്നുള്ള പോയിന്റ് അവിടെ വളരെ സോളിഡ് ആണ്, വളരെ ക്രിസ്പാണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ എന്താണ്? ടു ഇന്റഗ്രേറ്റ് ലേണിംഗ് മെറ്റീരിയൽസ്, വീഡിയോ ലെക്ചേഴ്സ്, സെൽഫ് അസസ്മെന്റ്, ഡിസ്കഷൻ ഫോറം ഫോർ സെൽഫ് ബേസ്ഡ് ലേണിംഗ്. സെൽഫ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം കാര്യങ്ങൾ പഠിക്കുക. നമ്മളെ അവിടെ ഒരു ടീച്ചർ വന്ന് പിന്നെ ഒരു ഇത്ര മണിക്കൂർ അങ്ങനെയൊന്നുമില്ല. സെൽഫ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങളുടേതായ സൗകര്യത്തിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ സ്വയം മോട്ടിവേഷൻ അനുസരിച്ച് ചെയ്യലാണ് സെൽഫ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്വയം വഴി എന്താ ചെയ്യുന്നത്? അവിടെ ലേണിംഗ് മെറ്റീരിയൽസും അതുപോലെ വീഡിയോ ലെക്ചേഴ്സും സെൽഫ് അസസ്മെന്റും ഡിസ്കഷൻ എല്ലാം കൂടി എന്ത് ചെയ്യാണ് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് ആളുകൾക്ക് ഏത് സമയവും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് കേൾക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ പറയുന്ന സ്വയം എന്നുള്ളതിന്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഫോർത്ത് പോയിന്റ് എന്താണ്? ടു പ്രൊമോട്ട് ഈക്വിറ്റി ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് സപ്പോർട്ട് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ സ്റ്റുഡൻസ്, പ്രൊഫഷണൽസ് ആൻഡ് ടീച്ചേഴ്സ് അല്ലെ. അതായത് ഇക്വിറ്റി ആണല്ലേ. ആൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിൽ നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് കേട്ടോ. അതായത് എല്ലാവർക്കും തുല്യമായിട്ട് അറിവ് കിട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോം എല്ലാ കാലത്തും നിർബന്ധമാണ്. കാരണം ചില ആളുകൾക്ക് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും, ചില ആളുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസ് അവർക്ക് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പം അത് കാരണം ഒരിക്കലും ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒരു അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അറിവ് നിഷേധിക്കപ്പെടാൻ പാടില്ല. അത് വലിയൊരു അനീതിയാണ്. ആ രാജ്യത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും. അതായത് അറിവ് വേണ്ടവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പം ഈ സ്വയം വഴി നമുക്ക് എന്താണ് എല്ലാവർക്കും ഈക്വൽ ചാൻസ്, എല്ലാവർക്കും, അതായത് നിങ്ങളുടെ ഏത് സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു വിഷയത്തെ പറ്റി നിങ്ങൾക്ക് അറിവ് വേണമെന്നുണ്ടെങ്കിൽ സ്വയം ഈസ് ഹിയർ. അതുപോലെ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ലെ. ഇവിടെ നമുക്ക് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ ടോപ്പ് ആയിട്ടുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആണ് നമുക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് സപ്പോർട്ട് ലൈഫ് ലോങ് ലേണിംഗ്. ലൈഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അതായത് നമുക്ക് ഒരു പ്രായം വരെ പഠിക്കാന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല, നമ്മൾ മരിക്കുവോളം, അതായത് ഒരു മനുഷ്യന് പഠിക്കാൻ ആഗ്രഹമുള്ള കാലം ആയുസിൽ എത്രത്തോളം ഉണ്ടോ അത്രയും കാലം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് എന്താണ് ഈ സ്വയം മാറുകയാണെന്നുള്ളതാണ്. ഇനി ആർക്കൊക്കെയാണ്? സ്റ്റുഡൻസിന്, വിദ്യാർത്ഥികൾക്ക് അതിൽ നിന്ന് കാര്യം. പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ കറന്റ്ലി ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സ്, അധ്യാപകർക്കും എന്ത് ചെയ്യാം ഇതുപോലെ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ നമുക്ക് ഹൗസ് വൈഫ്, ഓക്കെ, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. നമ്മുടെ നാട്ടിലുള്ള ഹൗസ് വൈഫ് ആയിട്ടുള്ള, ഇപ്പൊ നിങ്ങളെ വീട്ടിലുള്ള പിന്നെ അമ്മമാരോ അച്ഛന്മാരോ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു അക്കൗണ്ട് ഒക്കെ രജിസ്റ്റർ ചെയ്യുക സ്വയത്തിൽ, എന്നിട്ട് ഓരോ കോഴ്സുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കാരണം ലേണിംഗ് എന്ന് പറയുന്നത് വാട്ട് ഡു ഐ ഫീൽ ഈസ് പഠിക്കുന്ന ആളുകൾ എപ്പോൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും. എനിക്കത് ഭയങ്കര വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഈ എത്ര പ്രായമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, പഠിക്കാൻ ഇൻ ദ സെൻസ് നോളജ് പഠിക്കുന്നില്ല, എല്ലാത്തിനെ പറ്റി അറിവ് നേടാൻ ആഗ്രഹമുള്ള ഒരു മനുഷ്യൻ എപ്പോഴും ഭയങ്കര ഫ്രഷ് ആയിരിക്കും, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും.
അവരോട് നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ്, ഒബ്ജക്റ്റീവിലാണ് ഈ സ്വയം എന്നുള്ളൊരു പ്ലാറ്റ്ഫോം നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ പ്രൈമറി ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സ് നോട്ട് ഡൗൺ ചെയ്യുക. ഇതാണ് സ്വയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സും. ഇനി സ്വയത്തിന്റെ നാഷണൽ കോർഡിനേറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ലൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് നാഷണൽ കോർഡിനേറ്റേഴ്സ് അതുപോലെ പ്രധാനപ്പെട്ട PYQs നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി അത് ഒരു കാര്യം കൂടി പോകല്ലേ, വാട്സപ്പിൽ ജോയിൻ ചെയ്യാം. അത് ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ ഈ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. ഫ്രീ നോട്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, PDFs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും എൻ്റെ ക്ലാസ്സുകളിൽ നിങ്ങൾ പിന്നെ കേൾക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഐ വിൽ ആഡ് യു ഇൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്. ഞാൻ ലിങ്കും വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. സോ വിൽ മീറ്റ് യു ഓൺ ദ നെക്സ്റ്റ് സെഷൻ. ടിൽ ദെൻ ബൈ.